ഞാൻ എല്ലാ ലക്ഷറി ബ്രാൻഡുകളിലും പോയി ഏറ്റവും വില കുറഞ്ഞ സാധനം വാങ്ങും. ശരിയാവുന്നുണ്ട്. കുറച്ച് വില കൂടിയ ഷൂസും വാച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടാൽ ശരിക്കും വാങ്ങാൻ വന്നതാണെന്ന് തോന്നണം. നോക്കാം ഏറ്റവും വില കുറഞ്ഞത് എന്തൊക്കെയാണ്. ഈ ലക്ഷറി ബ്രാൻഡുകളുടെ സാധനങ്ങൾ സാധാരണ ബ്രാൻഡുകളെക്കാൾ വളരെ വില കൂടിയതാണ്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഗൂച്ചിയുടെ സ്റ്റോറിലേക്ക് കയറി. അവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അവരുടെ ഏറ്റവും വില കുറഞ്ഞ സാധനം പെർഫ്യൂം ആണെന്ന്. ഗൂച്ചി ഗിൽറ്റി. അതിന് 10,000 രൂപയായിരുന്നു. പിന്നെ ഞാൻ ഷാരൂഖ് ഖാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പെർഫ്യൂം വാങ്ങാൻ ഡിപ്റ്റി ബ്രാൻഡിന്റെ സ്റ്റോറിലേക്ക് പോയി. ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? പക്ഷെ അത് ഷാരൂഖ് ഖാൻ കാരണം ഭയങ്കരമായി വൈറലായതുകൊണ്ട് അതിനുശേഷം ഞാൻ ഷെനലിൽ പോയി സാധനങ്ങൾ നോക്കാൻ തുടങ്ങി. ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ഏറ്റവും വില കുറഞ്ഞത് സോപ്പാണെന്ന്. അതിന് 4,500 രൂപയായിരുന്നു. അവരത് ഗിഫ്റ്റ് പാക്ക് ചെയ്താണ് തന്നത്. എന്റെ പൊന്നോ, ഇതെന്താ ഇത്? 4,500 രൂപയാണ് ഇതിന്. ഇതാ നോക്കൂ. ഇത് കണ്ടാൽ ആരെങ്കിലും സോപ്പാണെന്ന് പറയുമോ? അതിനുശേഷം ഞാൻ ഏറ്റവും വില കൂടിയ ഷോറൂമായ ഹെർമസിലേക്ക് പോയി. ഈ ഗൂച്ചിയും ലൂയി വിറ്റണും ഒക്കെയാണ് ഏറ്റവും വില കൂടിയത്. അബദ്ധത്തിൽ ഞാൻ ഒരു വാച്ചിന്റെ വില ചോദിച്ചു പോയി. ഇതിന്റെ വില എത്രയാണ് ഈ ഒരെണ്ണത്തിന്? 50,000മോ? 50 ലക്ഷമോ? ഇവിടെ ഒരു സാധാരണ ചെറിയ തുണിക്കഷണത്തിന് പോലും 50,000 രൂപയായിരുന്നു വില. അതുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. പിന്നെ ലൂയി വിറ്റന്റെ ഷോറൂമിൽ കയറിയപ്പോൾ അവർ എന്നെ 3.5 ലക്ഷം രൂപയുടെ ഷൂസ് ട്രൈ ചെയ്യാൻ അനുവദിച്ചു. അതിന്റെ വില കേട്ടതും ഞാൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് അർമാനിയുടെ സോക്സ് ഓർഡർ ചെയ്തു. വെറും സോക്സിന് തന്നെ 2,000 രൂപയായി. അബദ്ധത്തിൽ ഇത്രയും വില കൂടിയ ഷോപ്പിംഗിന്റെ ബില്ല് എന്റെ അമ്മ കണ്ടുപിടിച്ചു. ഇത് ഷാനലിന്റെ സോപ്പാണ്, 4,500 സോപ്പ്. അപ്പം